120 മിനിറ്റും നിറഞ്ഞു കളിച്ച് അർജന്റീനയുടെ കടുത്ത വെല്ലുവിളി മറികടന്ന് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് നിക്കോ വില്യംസ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ്റേത്. ആവേശ പോരാട്ടത്തിന്റെ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഏക ഗോളാണ് ലോകകപ്പ് ഫൈനലിന്റെ വിധിയെഴുതിയത്. മൈതാനത്തിന് പുറത്തേക്ക് പോകുമായിരുന്ന പന്ത് അസാധ്യമായ വേഗതയിൽ ഓടിപ്പിടിച്ച് നിക്കോ വില്യംസ് ബോക്സിലേക്ക് നൽകിയ അളന്നുമുറിച്ച പാസാണ് ടോറസ് അർജന്റീനയുടെ വലയിലെത്തിച്ചത്. ഗോളടിച്ച് ടോറസിനേക്കാൾ ആ ഗോളിന് വഴിയൊരുക്കിയ നിക്കോ വില്യംസ് ആണ് ശരിക്കും താരം. നിക്കോ പുറത്തു പോകാതെ എത്തിപ്പിടിച്ചത് സ്പെയിന്റെ രണ്ടാമത്തെ ലോകകപ്പായിരുന്നു. 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ കന്നി കിരീടമുയർത്തിയതിനു ശേഷം 1.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് സ്പെയിൻ തങ്ങളുടെ രണ്ടാം ലോകകപ്പ് കിരീടത്തിൽ മുത്തമിടുന്നത്. മത്സരത്തിലുടനീളം സ്പാനിഷ് പട നിറഞ്ഞു കളിച്ചപ്പോൾ ഭൂരിഭാഗം സമയവും അർജന്റീന ചിത്രത്തിലെ ഇല്ലാതായിപ്പോയി. 120 മിനിറ്റോളം നീണ്ട കളിയിൽ 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി അടിക്കാനായത്. അതിലും ദയനീയം, നിശ്ചിത സമയത്തോ ഇഞ്ചുറി ടൈമിലോ ഒരു ഷോട്ട് പോലും സ്പാനിഷ് ഗോൾ മുഖത്തേക്ക് തൊടുക്കാൻ അർജന്റീൻ നിരയ്ക്ക് സാധിച്ചില്ല. ഇഞ്ചുറി ടൈമിൽ 2ാം മഞ്ഞക്കാർഡും പിന്നാലെ മാർച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങി. ശേഷിച്ച സമയം ഈ അംഗബലക്കുറവോടെയാണ് അവർ സ്പാനിഷ് ആക്രമണങ്ങളെ നേരിട്ടത്. 2 രാജ്യങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ ബൂട്ടുകെട്ടുന്ന സഹോദരങ്ങൾ എന്ന നിലയിൽ ഫുട്ബോൾ ലോകത്തെപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളവരാണ് സ്പാനിഷ് താരം നിക്കോ വില്യംസും ഘാനയുടെ താരം ഇനാക്കി വില്യംസും. കളിക്കളത്തിലെ ആത്മാർത്ഥതയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകങ്ങളാണ് ഈ സഹോദരങ്ങൾ. അടിവയറിനു താഴെ കടുത്ത വേദനയുടേതായ പരിക്കിന്റെ ബുദ്ധിമുട്ടുകൾ മാറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഈ ഫൈനലിൽ സ്പെയിനായി ജീവൻ മറന്നു കളിക്കാൻ നിക്കോ സജ്ജനായതിന് പിന്നിൽ വലിയൊരു ജീവിത കഥയുണ്ട്. വംശീയമായും കുടുംബപരമായും വേദനയുടെ തീച്ചൂളകൾ താണ്ടി എത്തിയവരാണ് നിക്കോയും ഇനാക്കിയും എന്നതു തന്നെയാണത്. പരിക്കിന്റെ വേദനയ്ക്കൊന്നും നിക്കോയുടെ ആത്മവീര്യത്തെ തകർക്കാൻ കഴിയില്ലായിരുന്നു. ഈ ലോകകപ്പിലെ താരങ്ങളിൽ ഏറ്റവും പ്രചോദനാത്മകമായ ജീവിത കഥ പറയാൻ കഴിയുന്നതും നിക്കോയ്ക്ക് തന്നെയായിരുന്നു. കൊടും പട്ടിണിയിൽ വലഞ്ഞ അച്ഛൻ ഫെലിക്സും അമ്മ മരിയയും ഒരു ഭേദപ്പെട്ട ജീവിതം തേടി ഘാനയിൽ നിന്ന് പലായനം ചെയ്യുന്നതിലാണ് ഈ കുടുംബത്തിന്റെ കഥ തുടങ്ങുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഘാനയിലെ ഒരു മനുഷ്യക്കടത്ത് സംഘത്തിന് പണം കൈമാറി അവർ UK കടക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിന് പിന്നിൽ ഒരേയൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. മരിയ അപ്പോൾ ഗർഭിണിയായിരുന്നു. തൻ്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് നല്ലൊരു ഭാവി അവർ ആഗ്രഹിച്ചു. ഒരു പിക്കപ്പ് വാനിന്റെ പിന്നിൽ കറുത്ത ടർപ്പായക്കടിയിൽ ഒളിച്ചിരുന്നായിരുന്നു അവരുടെ യാത്ര. ഏതാനും സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു. ഏതാണ്ട് 4000 കിലോമീറ്ററോളം കഠിനമായ സഹാറ മരുഭൂമി കാൽനടയായി പിന്നിട്ട് വേണമായിരുന്നു അവർക്ക് കടൽ തീരത്തെത്താൻ. അവിടെ നിന്ന് ബോട്ട് മാർഗം UK കടക്കണം. എന്നാൽ മരുഭൂമിയുടെ പാതിയിലെത്തിയപ്പോൾ മനുഷ്യക്കടത്ത് സംഘം അവരെ ക്രൂരമായി ചതിച്ചു. ഗർഭിണിയായ മരിയയെയും ഭർത്താവ് ഫെലിക്സിനെയും കൂട്ടുകാരെയും മരുഭൂമിക്ക് നടുവിൽ ഉപേക്ഷിച്ച് പണവുമായി അവർ കടന്നുകളഞ്ഞു. യാത്രക്കിടെ കൂടെയുണ്ടായിരുന്ന പല കൂട്ടുകാരും നിർജ്ജലീകരണം സംഭവിച്ച് മരിച്ചു വീണു. ഒടുവിൽ അല്പജീവനോടെ അവർ സ്പാനിഷ് കോളനിയായ മെലിലയിലെത്തിയപ്പോൾ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇവരുടെ ദയനീയ കഥ കേട്ട കാരുണ്യമുള്ള ഒരു അഭിഭാഷകനാണ് ലൈബീരിയയിലെ ആഭ്യന്തര യുദ്ധമുഖത്ത് നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികളാണെന്ന നുണ സ്പാനിഷ് അധികൃതരോട് പറയാൻ അവരോട് നിർദ്ദേശിച്ചത്. ആ നുണ അവരെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു കത്തോലിക്ക പുരോഹിതന്റെ അരികിലെത്തിച്ചു. അങ്ങനെയാണ് അവർ സ്പെയിനിൽ സ്ഥിരതാമസമാക്കിയത്.